അവർ മെഡിക്കൽ കോളേജിൽ വന്നു. അവിടുന്ന് ആൾക്ക് പെട്ടെന്ന് ഒരു ഫൾമിനൻറ്റ് ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് പറയും. എന്നാൽ ലിവർ പെട്ടെന്ന് പ്രവർത്തനം നിലച്ചു. അത് ഫൾമിനൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗുരുതരമായ നിലയിലേക്ക് പോയി. അപ്പോൾ ആൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വന്നു. എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് മുന്നേ ആൾ മരിച്ചും പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഡോക്ടർമാർ എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻ കൊണ്ടാണോ അങ്ങനത്തെ എല്ലാം നോക്കി, ഡെങ്കി ഫീവർ, ലെപ്റ്റോസ്പൈറോസ് എന്ന് വെച്ചാൽ എലിപ്പനി, എല്ലാ ടെസ്റ്റുകളെല്ലാം നോക്കി. അതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ പിന്നെയുള്ള സംശയം പോയ്സണിങ് ആണ്. എപ്പോഴും ലിവറിനെ അങ്ങനെ പെട്ടെന്ന് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ പോയ്സൺ നമ്മൾ സംശയിക്കണം. പ്രത്യേകിച്ച് എലി വിഷമൊക്കെ ലിവറിനെ ബാധിക്കും, പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ ഡോക്ടർമാരും ഈ വീട്ടുകാരും ഒക്കെ ഇവന് ബോധമുള്ളപ്പോഴൊക്കെ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കഴിച്ചോ. അപ്പോഴൊക്കെ ആ മനുഷ്യൻ പറയാണ്, ആ കുട്ടി പറയണം, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 20 വയസ്സൊക്കെ ഉള്ളൂ. ആ പയ്യൻ പറഞ്ഞു, ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ആത്മഹത്യയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നു. പക്ഷെ അവൻ മരിച്ചുപോയി. അപ്പോൾ ഇനി അവൻ്റെ ബോഡി അവൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അവൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ ലിവർ എടുത്ത് വെച്ചപ്പോൾ അതിലിങ്ങനെ ഒരു ചുരുങ്ങിയ പോലത്തെ ഒരു ലിവർ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പ്രൊഫസർ ഷീജു സാർ പറഞ്ഞു, ഈ ലിവർ കണ്ടിട്ട് ഒരു സുഖമില്ല, ഇതങ്ങനെ പോയ്സണിങ് അതൊന്നും തോന്നുന്നില്ല.